ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തെലങ്കാനയിൽ ഹൈദരാബാദിന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥലത്ത് ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിഷേധം നടത്തുന്നു. ഇതിനു മുമ്പും ഈ ക്ഷേത്രത്തിൽ നിന്നും മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയതായി പരാതിയുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് മാംസകഷ്ണങ്ങൾ കണ്ടെത്തി. തപ്പച്ചബുദ്ര അവിടുത്തെ ജിറ ഹനുമാൻ ക്ഷേത്രത്തിലാണ് ഈ സംഭവം. പുരോഹിതൻ മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. തപ്പച്ചപുത്ര പ്രദേശത്തെ ജിറ ഹനുമാൻ ക്ഷേത്രത്തിൽ നടന്ന സംഭവം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ മുഴുവനും വൈറൽ ചർച്ചകളാണ്. ബുധനാഴ്ച ക്ഷേത്രത്തിലെ പൂജാരി മാംസകഷ്ണങ്ങൾ കാണുകയും കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. വാർത്ത പരന്നതോടെ ക്ഷേത്രത്തിന് പുറത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രദേശത്തെ BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെലങ്കാന സർക്കാർ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും എതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഹൈദരാബാദിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മാംസകഷ്ണങ്ങൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ പതിവായിരിക്കുന്നത് എന്ന് BJP കുറ്റപ്പെടുത്തി. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ക്ഷേത്രങ്ങൾക്കെതിരായ ഇത്തരം അക്രമങ്ങൾ പതിവായിരിക്കുകയാണ് എന്ന് BJP MLA രാജാ സിംഗ് ആരോപിച്ചു. മുമ്പും ഇത്തരം സംഭവങ്ങൾ നടന്നപ്പോൾ പൂച്ചകളോ നായ്ക്കളോ കൊണ്ടുവന്നിട്ടതാകാം എന്നും മാംസകഷ്ണങ്ങൾ അതുകൊണ്ടാണ് അതിനകത്ത് വന്നത് എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തെലങ്കാനയിലുടനീളം എല്ലായിടത്തും ക്രമസമാധാനക്കുറവും സാമുദായിക ഐക്യമില്ലായ്മയും സംബന്ധിച്ച നിരവധി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് BRS MLA മാരും കുറ്റപ്പെടുത്തി. തപ്പച്ചമുദ്ര ക്ഷേത്രത്തിൽ നടന്ന സംഭവത്തെ തുടർന്ന് ക്ഷേത്രം അശുദ്ധമായതായിട്ട് ആരോപിച്ച് BJP, BJYM, VHP ഈ പ്രവർത്തകരൊക്കെ പ്രതിഷേധം നടത്തുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് സമീപമാണ് മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തെലങ്കാനയിലെ മറ്റൊരു ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹം തകർക്കപ്പെട്ട സംഭവം നടന്നിരുന്നു. തുടർന്ന് ഹിന്ദു സംഘടനകളും BJPയും ചേർന്ന് നടത്തിയ വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു. സൽമാൻ സലീം താക്കൂർ എന്ന ആളായിരുന്നു ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം തകർത്തത്. തങ്ങളുടെ മതം വിഗ്രഹാരാധനയെ എതിർക്കുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം തകർത്തത് എന്നായിരുന്നു ഈ കേസിൽ പ്രതി വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെലങ്കാനയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വാർത്തയല്ല. കണ്ണൂര് നമ്മൾ കണ്ടതാണ്. ഒരു ക്ഷേത്രത്തിൽ ചാണകം വാരി എറിഞ്ഞ ഒരു കാക്കാനെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും വലിയ സംഭവമല്ല എന്ന് പറയാം. ക്ഷേത്രത്തിന്റെ മതിലുകളിലൊക്കെ പോത്തിന്റെ തലയെടുത്ത് കൊണ്ടുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരവുമായി കാക്ക ക്ഷേത്രകുളത്തിലേക്ക് മുങ്ങിത്താഴുന്നതും അവിടുത്തെ മണി പോട്ടുണ്ടല്ലോ, വഞ്ചി, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയാ, അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകളാണിത്. നാളുകളായി നമ്മൾ കാണാറുള്ള വാർത്തകളാണ്. ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ കൃത്യമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ച. ഒരുപാട് ക്ഷേത്രങ്ങൾ തല്ലി തകർത്തിട്ടാണ് മസ്ജിദുകൾ രൂപപ്പെട്ടതെന്നും അങ്ങനെ കോടതിയിലെത്തിയ ഒരുപാട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ നടക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന പല മസ്ജിദുകളുടെയും കീഴിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളായിരുന്നു എന്ന കണ്ടെത്തലുകളിലും കോടതി എത്തിച്ചേർന്ന് നമ്മൾ കണ്ടതാണ്. ഇതിനെ തുടർന്ന് സംഭാൽ ക്ഷേത്രത്തിൽ നമുക്കറിയാം, സംഭാൽ മസ്ജിദില് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചതും അവരെ സർവേക്ക് കയറാൻ സമ്മതിക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ട വാർത്തകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പോ ക്ഷേത്രങ്ങൾ മലിനമാക്കുകയും അമുസ്ലിങ്ങളുടെ ആരാധനകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് മാംസകഷ്ണങ്ങൾ കൊണ്ടിട്ടിട്ട് ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ, രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോമനാഥ ക്ഷേത്രത്തിലെ പുരാതനവും തകർന്നതുമായ ശിവലിംഗം തന്റെ പക്കലുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പോഴിതാ ഗുജറാത്തിൽ നിന്നുള്ള ഒരു പൂജാരി സീതാറാം ശാസ്ത്രി രംഗത്ത് വന്ന് നമുക്കറിയാം. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ധാരാളം വാർത്തകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി എന്ന ഇസ്ലാമിക ഭരണാധികാരി ക്ഷേത്രവും യഥാർത്ഥ ശിവലിംഗവും നശിപ്പിച്ചിരുന്നു. ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണിവ എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ പരമ്പരയിൽ നിന്നുള്ള സീതാറാം ശാസ്ത്രി കഴിഞ്ഞ 21 വർഷമായി താൻ പവിത്ര ശിവലിംഗത്തിന്റെ ഭാഗങ്ങൾ സംരക്ഷിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അത് സോമനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം എന്ന ആവശ്യം അദ്ദേഹം ആത്മീയ നേതാക്കളുടെ സഹായവും തേടിയിട്ടുണ്ട് എന്ന് ആവശ്യപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആത്മീയ ഗുരു ശ്രീ രവിശങ്കറിനെയും കണ്ടു എന്നാണ് പറയുന്നത്. സഹായിക്കാമെന്ന് ഗുരുജി സമ്മതിച്ചതായും സീതാറാം ശാസ്ത്രി അവകാശപ്പെടുന്നു. എന്റെ മാതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള പ്രണവേന്ദ്ര സരസ്വതിജി നൽകിയതാണ്. 60 വർഷത്തോളം അദ്ദേഹം അതിനെ ആരാധിച്ചു.
21 വർഷം മുമ്പാണ് എന്റെ കയ്യിൽ ഇതെത്തിയത്. ഈ ശിവലിംഗം നശിപ്പിക്കാൻ അധിനിവേശക്കാർ നിരവധി ആക്രമണങ്ങൾ നടത്തി. സോമനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അധിനിവേശകരായ മഹമ്മൂദ് ഗസ്നവി ഏകദേശം 50,000 പേരെ കൊന്നൊടുക്കി. അയാൾ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുകയും ശിവലിംഗം നശിപ്പിക്കുകയും ചെയ്തു. ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണിവ എന്നും സീതാറാം ശാസ്ത്രി പറയുന്നു. മഹമ്മൂദ് ഗസ്നവി പുണ്യ ശിവലിംഗം നശിപ്പിച്ചതിന് ശേഷം വിവിധ സന്യാസിമാർ അതിന്റെ തകർന്ന കഷ്ണങ്ങൾ ശേഖരിച്ചു എന്ന് സീതാറാം ശാസ്ത്രി പറയുന്നു. സോമനാഥ ക്ഷേത്രത്തിൽ ഇത് സ്ഥാപിക്കും എന്ന് വിവിധ ഹിന്ദു ആചാര്യന്മാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് നമ്മുടെ വിശ്വാസം മഹത്തരമാണ്. ശരി, അപരനും അവന്റെ വിശ്വാസം അതുപോലെയാണ് എന്നങ്ങ് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഈ നാടിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപമാനം തോന്നുവാണ്. കാരണം ഒരു മതവിഭാഗം എല്ലാ മതങ്ങളും അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതെങ്കിലും ഒരു ആരാധനാലയം ഇല്ലാതായാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എനിക്കങ്ങനെ ചിന്തിക്കാം, കാരണം ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്ന ആളല്ല. ഒരു മതത്തിലെയും വിശ്വാസങ്ങളെയോ അന്ധവിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 100% എനിക്കതിനെ വിമർശിക്കാം. ഇന്ത്യ നൽകുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് എനിക്കതിനെ വിമർശിക്കാം. പക്ഷെ ഒരു മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ മറ്റൊരു മതം അന്ധവിശ്വാസമാണ് എന്ന് എങ്ങനെ പറയും? നമ്മൾ കേൾക്കുന്നതെല്ലാം വിചിത്ര വാർത്തകളാണ്. നമ്മുടെ നാട്ടിലായിരുന്നാലും ശരി, ഒരു ക്ഷേത്രത്തിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതാണെന്ന് പറയുന്നു. മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയില്ല എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്നൊന്നും. മറ്റൊരു ക്ഷേത്രത്തിനകത്ത് മാംസകഷ്ണം നിരന്തരം പല ക്ഷേത്രങ്ങളിലും കണ്ടെത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് കേരളത്തിൽ നിന്നുള്ള വാർത്ത കോട്ടയത്ത് നിന്ന്. പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ശിവലിംഗവും ക്ഷേത്ര അവശിഷ്ടങ്ങളും കണ്ടെത്തിയെന്നതിൽ പ്രതികരണവുമായിട്ട് PC ജോർജ് വന്നത് നമ്മൾ കണ്ടില്ലേ. പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ വ്യക്തമാക്കി. അത് സംബന്ധിച്ച കാര്യങ്ങൾ 3 ദിവസം മുമ്പ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ തുടക്കം തന്നെ. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ 3 ദിവസം മുമ്പ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട്. പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമാകുന്നുണ്ട്. അത് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് 3 ദിവസം മുമ്പ് പാലാരൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണും ഈ ചാനല് ഈ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്ത് എത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും ചെയ്തു എന്ന് PC ജോർജ് ആരോപിക്കുന്നു. മറ്റ് മാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. ഇല്ലം ക്ഷയിച്ചതോടുകൂടി ക്ഷേത്രം തകർച്ചയിലേക്ക് പോകുകയും തുടർന്ന് അന്യാധീനപ്പെട്ടും പോയി. ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ടിപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥതയിലാണ് ആ ഭൂമിയുള്ളത്. ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത്. തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു. ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടുകൂടി കാണുകയും പൂജിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന് PC ജോർജ്. ഈ സംഭവം വാർത്തയായതോടുകൂടി ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി ഇതിൽ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ ഒരു തീരുമാനവുമായിട്ടുണ്ട്. ദേവപ്രശ്ന വിധി പ്രകാരം ഒരു ശിവലിംഗവും സോപാനക്കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാനാണെങ്കിൽ അങ്ങനെ അതല്ല, ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അത് വേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ അവകാശവാദം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും നിലവിലില്ല എന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട്. പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടിയെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പോലെയുള്ളവരും ഇത് വെച്ച് മുതലെടുക്കാൻ എന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴേക്കേണ്ടതില്ല എന്നും അറിയിക്കുന്നു എന്നാണ് PC ജോർജിന്റെ പോസ്റ്റ്. അതേസമയം വിഗ്രഹങ്ങളും ക്ഷേത്ര അവശിഷ്ടങ്ങളും കണ്ടെടുക്കുന്ന സ്ഥലത്ത് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ പൂജയും പ്രാർത്ഥനകളും നടത്തി. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രവും ആരാധനയും നടത്തിയിരുന്നതായിട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്.
തണ്ടളത്ത് തേവരുടെ ശിവലിംഗം അടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നും ഇവർ പറയുന്നു. കൂത്താപ്പാടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം. ഈ ഇല്ലം ക്ഷയിച്ചതോടുകൂടി അന്യാധീനപ്പെട്ടുകയായിരുന്നു എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട്. ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുകയും പാലാരൂപത വ്യക്തമാക്കുന്നു. എല്ലാം ചെയ്യാമെന്നും. വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ ഉൾപ്പെടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. നേരത്തെ പലതവണ കൈമറിഞ്ഞ ഈ ഭൂമി വെട്ടത്ത് കുടുംബം എന്ന കുടുംബത്തിൽ നിന്നാണ് പാലാ അരമന വാങ്ങിയതെന്നും റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നന്ദി.